കായംകുളം നഗരസഭ 4-ാം വാർഡിൽ കൂടി കടന്നുപോകുന്ന കാരശ്ശേരി ഒഴുക്കുനീറ്റിൽ തോടിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. തോട്ടിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയും കാടുപിടിച്ച് വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുകയും ചെയ്തതോടെ ആരോഗ്യത്തിന് ഭീഷണിയായെന്ന് പ്രദേശവാസികൾ പറയുന്നു. കായംകുളം നഗരസഭയുടെ 4-ാം വാർഡിൽ കൂടി കടന്നുപോകുന്ന കാരാശ്ശേരിൽ ഒഴുക്കുനീറ്റിൽ തോട് അതീവ ശോച്യാവസ്ഥയിലാണ്. മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയും കാടുകൾ പിടിച്ച് വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു മഴ പെയ്താൽ പോലും പ്രദേശവാസികൾക്ക് ഭീഷണി ഉണ്ടാകുന്ന സ്ഥിതിയുണ്ട്. തോടുകൾ കവിഞ്ഞൊഴുകി സമീപവാസികളുടെ വീടുകളിലേക്ക് മലിനജലവും മാലിന്യങ്ങളും കയറുന്നത് പതിവ് സംഭവമാണ്. രോഗികളടക്കം നിരവധി പേർ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. മലിനജല സമ്പർക്കം ഗുരുതരമായ അസുഖങ്ങൾക്ക് ഇടയാക്കുമെന്ന ആശങ്കയും ഇവിടെയുണ്ട്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ 4-ാം വാർഡിലെ ഒരു ഓടയാണിത് ഈ കാണുന്നത്. ഈ ഓടയുടെ ശോചനാവസ്ഥ എല്ലാവരും ഒന്ന് കണ്ടിരിക്കണം. ഇതിൻ്റെ അവസ്ഥ കണ്ട മാലിന്യം നിറഞ്ഞ് ഒരു വല്ലാത്ത ഒരവസ്ഥയിൽ കിടക്കുവാണ്. ഇഴജന്തുക്കളുടെ ആക്രമണത്തിൽ എല്ലാവരും ഭയന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് ഇതിൽ നടന്നു പോകാൻ പറ്റുന്നില്ല. മിക്കവാറും ഇതിലെ പോകുമ്പോൾ അണലിയെ തന്നെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ 4-ാം വാർഡിലെ കൗൺസിലറിന് ഇതിനൊരു മുൻകൈ എടുത്ത് ഇതിൻ്റെ അവസ്ഥ, ഈ ശോചനാവസ്ഥ ഞങ്ങൾക്ക് മാറ്റിത്തരണം. ഞങ്ങൾ ആരുടെ കൂടെ ഈ പരാതി പറയുന്നത്? ഞങ്ങളുടെ കൗൺസിലറിനെ കാണാനേ ഇല്ല. അതുകൊണ്ട് തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ അസോസിയേഷന് ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെടണമെന്ന് ദയനീയമായി ഞങ്ങളുടെ കൗൺസിലറിനോട് ആവശ്യപ്പെടുന്നത്. വെള്ളം കയറുന്നതിനോട് അനുബന്ധിച്ച് തന്നെ വേസ്റ്റ് കൂടെ കയറി ഞങ്ങളുടെ വീടുകളിൽ കയറുക. ഇതിന് ഉടനെ ഒരു ശാശ്വത പരിഹാരം കാണണം ഞങ്ങൾക്ക്. ഇത് റോഡാണോ, തോടാണോ, പാലമാണോ, റോഡാണോ എന്നൊന്നും അറിയാം. ഈ പാലത്തിന്റെ അവസ്ഥയൊന്ന് നോക്കിക്കേ. ഞങ്ങൾ ഇതിന്റെ അധികാരികളോട് പറഞ്ഞ് ഞങ്ങൾ കുഴഞ്ഞ്. ഇതിന് എന്തുവാന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ മഴയാകുന്നതിന് മുമ്പ് ഒരു പരിഹാരം കണ്ടേ പറ്റത്തുള്ളൂ. തോടിന് ആഴം കൂട്ടി പാലം വൃത്തിയാക്കുക. മുൻ ഉദ്യോഗസ്ഥന്മാരോട് എല്ലായിടത്തും ഞങ്ങൾ പറഞ്ഞ് എല്ലാവരും ഉടനെ പരിഹാരം കാണാമെന്ന് പറഞ്ഞ് പോയിട്ട് ഇതുവരെ ആരും ഒരു പരിഹാരവും കണ്ടിട്ടില്ല. ഉടനെ ഞങ്ങൾക്ക് ഇതിനെല്ലാം പരിഹാരം കാണണം. വീടിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തപ്പോൾ വീട് മൊത്തം ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എല്ലാം വെള്ളം കയറി. അതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടാക്കിയില്ല. ഈ പ്രാവശ്യം മഴ പെയ്തു കഴിഞ്ഞാൽ വരയ്ക്കകത്ത് തന്നെ വെള്ളം കയറും. അത് തന്നെയല്ല, ഈ തോട് ഒരുപാട് പൊങ്ങിക്കിടക്കുക. ഇത് ഞങ്ങൾക്ക് തോട് കുഴിച്ച് വൃത്തിയാക്കി എത്രയും പെട്ടെന്ന് നിൽക്കണം. ഒന്നാമത് ഞങ്ങളൊരു ക്യാൻസർ രോഗിയാണ്. ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്നതാണ്, തോടിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റത്തുള്ളൂ. ഞങ്ങളെല്ലാം ആകെപ്പാട് വിഷമത്തിലാണ്. ഇത് തന്നെയല്ല, ഇവിടെ അണലിയുള്ള സ്ഥലമാണ്. അവിടെ എല്ലാ വർഷവും ഓരോ അണലിയെ കൊല്ലുന്നത്. ഇവിടുന്ന് ഈ അണലികൾ ഇതെല്ലാം കയറി. ഇത് കാടാണോ, ഇത് തോടാണോ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നേ പറ്റും. തോട് ശുചീകരിക്കുക, കാടുകൾ നീക്കം ചെയ്യുക, മാലിന്യ നിക്ഷേപം തടയുക എന്നിവ അടിയന്തരമായി നടപ്പാക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.